കോച്ചിങ് ക്ലാസ്. ഇന്ന് നമ്മൾ 9th CBSE ചാപ്റ്റർ 6 ടിഷ്യൂസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ ടിഷ്യൂസ് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം സെൽ എന്താണെന്ന് മനസ്സിലാക്കാം. സെൽ എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാവൂ, ടിഷ്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ സെൽ എന്താണ്? സെൽ ഈസ് ദി ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം. നമ്മുടെ സെല്ല് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓർഗാനിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് നമ്മുടെ സെൽ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഓർഗാനിസത്തിന്റെ ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂമറസ് സെൽസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഓരോ ഓർഗാനിസത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സെൽസിന്റെ നമ്പറും സൈസും ഒക്കെ ഓരോ ഓർഗാനിസത്തിനനുസരിച്ച് വേരി ചെയ്യുമെങ്കിലും നമ്മുടെ എല്ലാ ഓർഗാനിസത്തിന്റെയും ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെല്ലാണ്. ഇനി ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് സെൽസ് organisms are classified into two: unicellular organisms and multicellular organisms. സെൽസിന്റെ നമ്പറിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഓർഗാനിസത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസും മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസും. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് അമീബ, പാരമീസിയം, യൂഗ്ലീന. ഇതൊക്കെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ഇനി എന്താണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വെച്ചാൽ ഓർഗാനിസംസ് ഹാവിംഗ് ഓൺലി വൺ സെൽ ഈസ് കോൾഡ് യൂണിസെല്ലുലാർ ഓർഗാനിസം. അതായത് ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ഒരേ ഒരു സെല്ല് മാത്രമേ ഉള്ളൂവെങ്കിൽ അവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. യൂണിസെല്ലുലാർ ഓർഗാനിസംസിന്റെ എക്സാമ്പിൾ ആണ് അമീബ, പാരമീസിയം ആൻഡ് യൂഗ്ലീന. ഇനി നമുക്ക് നോക്കാനുള്ളത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്താണ്? ഓർഗാനിസംസ് ഹാവിംഗ് മോർ ദാൻ വൺ സെൽ ആർ കോൾഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ഓർഗാനിസംസ് ആണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. എക്സാമ്പിൾ ആനിമൽസും പ്ലാന്റ്സും. അതൊക്കെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം. ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സെൽസ് ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു: യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ ആണ് അമീബ, പാരമീസിയം, യൂഗ്ലീന. മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ ആണ് ആനിമൽസും പ്ലാന്റ്സും. Unicellular organisms having only one cell are called unicellular organism. ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ഒരേ ഒരു സെല്ല് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. ഓർഗാനിസംസ് ഹാവിംഗ് മോർ ദാൻ വൺ സെൽ ആർ കോൾഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ഒന്നിൽ കൂടുതൽ സെല്ലുള്ളതിന് നമ്മൾ എന്തെന്ന് പറയും? മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയും. In amoeba, a single cell carries out movement, intake of food and respiratory gases, respiration and excretion. അതായത് നമ്മൾ പറഞ്ഞ അമീബ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ യൂണിസെല്ലുലാർ ഓർഗാനിസം. അമീബയുടെ ബോഡിയിൽ എത്ര സെല്ല്? ഒരേ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ എല്ലാ ആക്ടിവിറ്റീസ്, അതായത് റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, ഈ റെസ്പിറേറ്ററി ഗ്യാസസിന്റെ എക്സ്ചേഞ്ച്, ഇതൊക്കെ ആ ഒരു സിംഗിൾ സെല്ല് വെച്ചിട്ട് നമ്മുടെ അമീബ എന്ത് ചെയ്യും? Carry ചെയ്യും. In multicellular organism there are millions of cells. Most of these cells are specialized to carry out a few functions. പക്ഷെ മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിൽ മില്യൺസ് ഓഫ് സെൽ ഉണ്ട്. ആ ഓരോരോ സെല്ലിനെ ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്യും? അവർക്ക് പ്രത്യേക ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. In multicellular organism there are millions of cells. Most of these cells are specialized to carry out a few functions. പക്ഷെ നമ്മുടെ അമീബയുടെ കാര്യം പറഞ്ഞുകൊണ്ടല്ല, മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിൽ എന്തുണ്ട്? മില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. ആ ഓരോ സെൽസിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓരോ ഫംഗ്ഷൻസിന്റെ ബേസിസിൽ ഈ സെൽസിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കാറ്റഗറൈസ് ചെയ്തിട്ടാണ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിൽ ഈ സെൽസ് പെർഫോം ചെയ്യുന്നത്. ഈ സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ is carried out by a different group of cells. Since these cells carry out only a particular function, they do it very efficiently. ഓരോ ഗ്രൂപ്പ് സെൽസിനും പർട്ടിക്കുലർ ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവർ തമ്മിൽ എന്ത് ചെയ്യില്ല? ഈ ഫംഗ്ഷൻസ് എക്സ്ചേഞ്ച് ചെയ്യില്ല. അതായത് ഒരു ഗ്രൂപ്പ് സെൽസിന് ഒരു ഫംഗ്ഷൻ ആയിരിക്കും, വേറൊരു ഗ്രൂപ്പ് സെൽസിന് വേറൊരു ഫംഗ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? ഇവരുടെ ഈ ഫംഗ്ഷൻസ് ദേ ഡു ഇറ്റ് വെരി എഫിഷ്യന്റ്ലി. അവർ ഈ ഫംഗ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യും? എഫിഷ്യന്റ് ആയിട്ട് തന്നെ ചെയ്യും. അതായത് ഈ ഓരോ സെൽ ഗ്രൂപ്പിലും പർട്ടിക്കുലർ ഫംഗ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ദേ ഡു ഇറ്റ് വെരി എഫിഷ്യന്റ്ലി. ഇനി നമുക്ക് പറയുന്നത് ടിഷ്യൂസ് ആണ്. നമ്മൾ പറഞ്ഞു ഒരു ഓർഗാനിസത്തിന്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് സെല്ല്. ഈ സെൽസ് ജോയിൻ ചെയ്ത്, അതായത് ഈ സെൽസ് ആണ് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഓർഗാനിസത്തിന്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്. ഈ സെൽസ് എല്ലാം കൂടി ചേർന്നിട്ടുണ്ടാകുന്നതാണ് ടിഷ്യൂസ്. ഈ ടിഷ്യൂസ് ഗ്രൂപ്പായിട്ട് വരുന്നതാണ് ഓർഗൻസ് യൂണിറ്റ് ചെയ്യുമ്പോൾ ഓർഗൻ സിസ്റ്റം, ഓർഗൻ സിസ്റ്റം കൂടി ചേരുമ്പോൾ ഓർഗാൻസ്. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലോ ചാർട്ട് പോകുന്നത്.
സെൽസ് എല്ലാം കൂടി ഗ്രൂപ്പായിട്ടാണ് നമ്മുടെ ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. എ ക്ലസ്റ്റർ ഓഫ് സെൽസ് ദാറ്റ് ഈസ് അറേഞ്ച്ഡ് ആൻഡ് ഡിസൈൻ ടു ക്യാരി ഔട്ട് എ പർട്ടിക്കുലർ ഫംഗ്ഷൻ. ഈ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്, അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണ്. എന്ത് ചെയ്യും? ഇവരെന്താണ് ഈ സെൽസ് ഒരു അതായത് കുറെ സെൽസ് കൂടിച്ചേർന്ന് ഒരു ടിഷ്യൂ ആയിട്ട് മാറുകയും ആ ടിഷ്യൂ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ത് ചെയ്യുകയും ചെയ്യും? ക്യാരി ചെയ്യുകയും ചെയ്യും. അതായത് ഈ നമ്മുടെ സെൽസ് എല്ലാം കൂടി ചേർന്നിട്ട് ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേർന്ന് ടിഷ്യൂ ആയിട്ട് മാറും. ആ ടിഷ്യൂ എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ പെർഫോം ചെയ്യും. അതാണ് നമ്മുടെ ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. നമ്മുടെ ബ്ലഡ്, മസിൽ സെല്ല്, ഫ്ലോയം ഇതൊക്കെ ടിഷ്യൂസിന് എക്സാമ്പിൾ ആണ്. അതായത് ബ്ലഡ് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ല മസിൽ സെല്ല് ചെയ്യുന്നത്, മസിൽ സെല്ല് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ല ഫ്ലോയം ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പ് ഓഫ് സെൽസിനും അവരുടേതായ എന്തുണ്ട്? ഫംഗ്ഷൻസ് ഉണ്ട്. എ ക്ലസ്റ്റർ ഓഫ് സെൽസ് ദാറ്റ് ഈസ് അറേഞ്ച്ഡ് ആൻഡ് ഡിസൈൻ ടു ക്യാരി ഔട്ട് എ പർട്ടിക്കുലർ ഫംഗ്ഷൻസ്. ഓരോ സെൽസ് എന്ത് ചെയ്യും? കൂടിച്ചേർന്ന് ഗ്രൂപ്പ് ഓഫ് സെൽസ് കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറും? ടിഷ്യൂ ആയിട്ട് മാറും. ആർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് മെയ്ഡ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് ടിഷ്യൂസ്? ദ നോട്ടീസബിൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. ഇനി പ്ലാന്റ്സ് ആനിമൽസ് ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ടെക്സ്റ്റില്. പ്ലാന്റ്സ് ആർ സ്റ്റേഷനറി ഓർ ഫിക്സഡ്. മോസ്റ്റ് ഓഫ് ദി ടിഷ്യൂസ് ദാറ്റ് ഹാവ് ആർ സപ്പോർട്ടീവ് വിച്ച് പ്രൊവൈഡ്സ് ദം വിത്ത് സ്ട്രക്ചറൽ സ്ട്രെങ്ത്. മോസ്റ്റ് ഓഫ് ദിസ് ടിഷ്യൂസ് ആർ ഡെഡ്. നമുക്കറിയാം പ്ലാന്റ് എന്ന് പറയുമ്പോൾ സ്റ്റേഷനറി ആണ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആണ്. നമ്മുടെ പ്ലാന്റിന് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അത് നിന്നെടുത്ത് തന്നെ എന്ത് ചെയ്യും? നിൽക്കും. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്കുള്ള ടിഷ്യൂസ് ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് അവർക്കൊരു സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ടിഷ്യൂസ് ആണ് പ്രധാനമായിട്ടും ആർക്കുള്ളത്? പ്ലാന്റ്സിനുള്ളത്. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടിഷ്യൂസ് ആർ ഡെഡ്. മിക്കവാറും ഉള്ള ഈ പ്ലാന്റ് ടിഷ്യൂസ് ഒക്കെ എന്തായിരിക്കും? ഡെഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പ്ലാന്റ്സ് എന്താണ്? സ്റ്റേഷനറി ഓർ ഫിക്സ്ഡ് ആണ്. കാരണം അവർക്ക് മൂവ് ചെയ്യാനുള്ള കഴിയില്ല, അത് നിന്നെടുത്ത് തന്നെ എന്ത് ചെയ്യേണ്ടി വരും? നിൽക്കേണ്ടി വരും. സോ they have supportive tissues which provide them structural strength. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയുള്ള ടിഷ്യൂസ് ആയിരിക്കും? സപ്പോർട്ടീവ് ആയിട്ടുള്ള അവർക്ക് സ്ട്രക്ചറൽ സ്ട്രെങ്ത് കൊടുക്കുന്ന ടിഷ്യൂസ് ആയിരിക്കും ആർക്കുള്ളത്? പ്ലാന്റ്സിനുള്ളത്. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടിഷ്യൂസ് ആർ ഡെഡ്. മിക്കവാറുള്ള ടിഷ്യൂസ് ഒക്കെ എങ്ങനെയുള്ളതായിരിക്കും? ഡെഡ് ആയിട്ടുള്ളതായിരിക്കും. ഇനി ആനിമൽസ് ഓൺ ദി അതർ ഹാൻഡ് മൂവ് അറൌണ്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്, മെയിൽസ് ആൻഡ് ഷെൽട്ടർ. ദേ കൺസ്യൂം മോർ എനർജി ആസ് കമ്പയർഡ് ടു പ്ലാന്റ്സ്. മോസ്റ്റ് ഓഫ് ദി ടിഷ്യൂസ് ആർ ലിവിംഗ്. ഇനി അനിമൽസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ അങ്ങനെയല്ല, സ്റ്റേഷനറി അല്ല അല്ലെ, ഫിക്സ്ഡ് അല്ല. അവർക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആൻഡ് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അത് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വൺ പ്ലേസ് അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദേ കൺസ്യൂം എ ലോട്ട് ഓഫ് എനർജി. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? കുറെ എനർജി എന്ത് ചെയ്യേണ്ടി വരും? കൺസ്യൂം ചെയ്യേണ്ടി വരും. മോസ്റ്റ് ഓഫ് ദി ടിഷ്യൂസ് ആർ ലിവിംഗ്. അതുകൊണ്ട് തന്നെ ആനിമൽസിലുള്ള മോസ്റ്റ് ടിഷ്യൂസും എങ്ങനെയുള്ളതാണ്? ലിവിംഗ് ആണ്. പക്ഷെ പ്ലാന്റ്സിലെ ടിഷ്യൂസ് ഒക്കെ ഡെഡ്. മോസ്റ്റ് ഓഫ് ദി ടിഷ്യൂസ് ആർ ഡെഡ്. The growth in plants is limited to certain region, while this is not so in animals. Cell growth in animals is more uniform, so there is no such demarcation of dividing and non-dividing regions in animals. ഇനി വേറുള്ള ഒരു നോട്ടീസബിൾ ഡിഫറൻസ് എന്ന് വെച്ചാൽ പ്ലാന്റ്സിലെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ചില റീജിയൻസിലായിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പ്ലാന്റിലെ എല്ലാ റീജിയൻസും എന്ത് ചെയ്യുന്നതല്ല, എല്ലാ റീജിയൻസിലും എന്ത് നടക്കില്ല? ഗ്രോത്ത് നടക്കില്ല. പക്ഷെ അനിമൽസിന് അങ്ങനെ ഒരു ഡിമാർക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. ഇത് ഡിവൈഡിങ് ആണ് അല്ലെങ്കിൽ ഇത് ഡിവൈഡിങ് ആണ്, നോൺ ഡിവൈഡിങ് റീജിയൻ ആണെന്നുള്ളൊരു ഡിമാർക്കേഷനോ ഡിഫറൻസിയേഷൻ അനിമൽസിലില്ല. പക്ഷെ പ്ലാന്റ്സിൽ അങ്ങനെയുണ്ട്. പ്ലാന്റ്സിൽ ഡിവൈഡ് ചെയ്യുന്ന, അതായത് സെൽ ഡിവിഷൻ നടക്കുന്ന റീജിയൻസും ഉണ്ട്, സെൽ ഡിവിഷൻ നടക്കാത്ത റീജിയൻസും ഉണ്ട്. അതായത് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് എന്താണ്? ഇൻ പ്ലാന്റ്സ് ദ സെൽ ഗ്രോത്ത് ഈസ് ലിമിറ്റഡ്. അതായത് സെൽ ഗ്രോത്തും ഡിവിഷൻ സെൽ എന്താണ് ഡിവിഷൻ ഒക്കെ എന്താണ്? ലിമിറ്റഡ് ആണ്. പക്ഷെ എന്താണ്? ഇൻ ആനിമൽസ് ഇറ്റ് ഈസ് മോർ യൂണിഫോം. സോ ദർ ഈസ് നോ സച്ച് ഡിമാർക്കേഷൻ ഓഫ് ഡിവൈഡിങ് ആൻഡ് നോൺ ഡിവൈഡിങ് റീജിയൻസ് ഇൻ അനിമൽസ്. അനിമൽസിൽ എങ്ങനെ ഡിവൈഡിങ് റീജിയൻ, നോൺ ഡിവൈഡിങ് റീജിയൻ അങ്ങനെയൊന്നുമില്ല. പക്ഷെ പ്ലാന്റ്സിൽ എങ്ങനെയാണ്? പ്ലാന്റ്സിൽ ചില സർട്ടൺ റീജിയൻസിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? സെൽ ഡിവിഷൻ നടക്കുള്ളൂ. പ്ലാന്റ്സിൽ തന്നെ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള ടിഷ്യൂസ് ആണ് കാണപ്പെടുന്നത്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും പെർമനന്റ് ടിഷ്യൂവും. Meristematic tissue എന്ന് വെച്ചാൽ the growth of plants occurs only in certain specific region. This is because of the dividing tissue also known as meristematic tissue, which is localized only at these points. Depending on the region where they present, meristematic tissue are classified into three. They are apical meristem, intercalary meristem and lateral meristem. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ പ്ലാന്റ്സിന്റെ എല്ലാ റീജിയൻസും ഡിവൈഡിങ് അല്ല. അതായത് ചില certain റീജിയൻസിൽ ഗ്രോത്ത് നടക്കും, ചില റീജിയൻസിൽ ഗ്രോത്ത് നടക്കില്ല. അവിടെ ഇതിൽ ഈ ഗ്രോത്ത് നടക്കുന്ന റീജിയനാണ് നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ഒക്കേഴ്സ് ഓൺലി ഇൻ സർട്ടൻ റീജിയൻസ്. ചില സ്പെസിഫിക് റീജിയൻസിൽ മാത്രമേ പ്ലാന്റ്സിന്റെ കേസിൽ എന്ത് നടക്കുള്ളൂ? ഗ്രോത്ത് നടക്കുള്ളൂ. ഇതെന്ന് പറയുന്നത് ഈ ഡിവൈഡിങ് ടിഷ്യൂവിന്റെ ടിഷ്യൂ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.
ഈ ഡിവൈഡിംഗ് ടിഷ്യൂവിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എങ്ങനെയുള്ളതാണ്? ഡിവൈഡിംഗ് ടിഷ്യൂ ആണ്. ഇതിൽ എന്ത് നടക്കും? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഡിവൈഡ് ചെയ്യും. അങ്ങനെ സെൽ ഗ്രോത്ത് അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്ത് ഉണ്ടാവും. ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാന്റ്സിന്റെ എല്ലാ റീജൻസിലും കാണില്ല, സർട്ടൻ റീജൻസിൽ മാത്രമേ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കാണൂ. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം ആൻഡ് ലാറ്ററൽ മെരിസ്റ്റം. മെരിസ്റ്റമാറ്റിക് റീജൻസിലെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: എപ്പിക്കൽ മെരിസ്റ്റം, intercalary meristem and lateral meristem. New cells produced by meristem are initially like those of meristem itself, but they grow and mature, their characteristics slowly change and they become differentiated as components of other cells. Epical meristem is present at the growing tips of stems, roots and increases the length of the stem and the root. നമ്മുടെ എപ്പിക്കൽ മെരിസ്റ്റം കാണപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റൂട്ട് അല്ലെങ്കിൽ സ്റ്റെം ടിപ്പിലായിരിക്കും ഏത് മെരിസ്റ്റം കാണുന്നത്? എപ്പിക്കൽ മെരിസ്റ്റം കാണുന്നത്. ഈ എപ്പിക്കൽ മെരിസ്റ്റം എന്തിനു സഹായിക്കും? നമ്മുടെ സ്റ്റെം അല്ലെങ്കിൽ നമ്മുടെ റൂട്ടിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ നീളം വെക്കാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ എപ്പിക്കൽ മെരിസ്റ്റം ഹെൽപ്പ് ചെയ്യും. The girth of the stem or roots increases due to lateral meristem. ഇനി നമ്മൾ പറഞ്ഞ lateral meristem. Lateral meristem എന്തിനാണ്? ഗിർത്ത് ഇൻക്രീസ് ചെയ്യാനാണ്. ഗിർത്ത് എന്ന് വെച്ചാൽ ഇതിന്റെ വണ്ണം. അതായത് നമ്മൾ രണ്ട് തരത്തിലുള്ള ഗ്രോത്ത് ഉണ്ട്: പ്രൈമറി ഗ്രോത്ത്, സെക്കൻഡറി ഗ്രോത്ത്. പ്രൈമറി ഗ്രോത്ത് എന്ന് വെച്ചാൽ ലെങ്ത് കൂടുന്നതും സെക്കൻഡറി ഗ്രോത്ത് അതിന്റെ ഗിർത്ത് വണ്ണം കൂടുന്നതും. അപ്പോൾ ലാറ്ററൽ മെരിസ്റ്റം എന്താണ്? ദ ഗിർത്ത് ഓഫ് ദി സ്റ്റെം ഓർ റൂട്ട്സ്. നമ്മുടെ സ്റ്റെം ആയാലും റൂട്ട് ആയാലും അതിന്റെ ഗിർത്ത് എന്ന് വെച്ചാൽ അതിന്റെ വണ്ണം കൂട്ടുന്നതിന് സഹായിക്കുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. Intercalary meristem is the meristem at the base of the leaves or internodes on twigs. നമ്മുടെ ലീഫിന്റെ ബേസിൽ അല്ലെങ്കിൽ ട്വിഗ്സിലെ ഇന്റർനോട്സിൽ കാണപ്പെടുന്ന മെരിസ്റ്റമാണ് നമ്മുടെ ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ കറക്റ്റ് അത് ലേബൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3 ടൈപ്പിലുള്ള ഓൺലി depending on the region where they present. Meristematic region are divided into meristematic tissue are divided into 3: epical meristem, intercalary meristem and lateral meristem. എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റെമ്മിന്റെ റൂട്ടിന്റെ ടിപ്പിൽ കാണപ്പെടുന്നു. ഇത് എന്ത് ചെയ്യും? വിച്ച് ഇൻക്രീസസ് ദി ലെങ്ത് ഓഫ് ദി സ്റ്റെം ആൻഡ് റൂട്ട്. ഇനി ദ ഗിർത്ത് ഓഫ് ദി റൂട്ട് ഇൻക്രീസസ് ഡ്യൂ ടു ലാറ്ററൽ മെരിസ്റ്റം. ഇനി പറഞ്ഞ ഇന്റർകാലറി മെരിസ്റ്റം ഈസ് ദ മെരിസ്റ്റം which is present at the base of the leaves or the internodes on twigs. ട്വിഗ്സിന്റെ ഇന്റർനോഡ്സിൽ അല്ലെങ്കിൽ ലീഫിന്റെ ബേസിൽ കാണപ്പെടുന്ന മെരിസ്റ്റമാണ് ഇന്റർകാലറി മെരിസ്റ്റം. ഇത് സ്റ്റെമ്മിന്റെ ആയാലും റൂട്ടിന്റെ ആയാലും ഗിർത്ത് അല്ലെങ്കിൽ വണ്ണം കൂട്ടുന്ന മെരിസ്റ്റം ലാറ്ററൽ മെരിസ്റ്റം, ലെങ്ത് കൂട്ടുന്നത് എപ്പിക്കൽ മെരിസ്റ്റം. ഇനി രണ്ടാമതായിട്ടുള്ള ടിഷ്യൂ പെർമനന്റ് ടിഷ്യൂ ആണ്. പെർമനന്റ് ടിഷ്യൂസ് ആർ ദ പ്ലാന്റ് ടിഷ്യൂസ് ദാറ്റ് ഹാസ് ലോസ്റ്റ് ദ എബിലിറ്റി ടു ഗ്രോ ആൻഡ് ഡിവൈഡ്. അതായത് വളരാനും ഡിവൈഡ് ചെയ്യാനുമുള്ള കഴിവ് നഷ്ടപ്പെട്ട ടിഷ്യൂസ് ആണ് പെർമനന്റ് ടിഷ്യൂസ്. Permanent tissues are the plant tissues that have lost the ability to grow and divide. They arise from the meristematic tissue. The tissue is modified to perform specific function in plants. അതായത് നമ്മുടെ പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുന്നത് അത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ നിന്ന് തന്നെ എറൈസ് ചെയ്ത് വന്ന ടിഷ്യൂസ് ആണ്. പക്ഷെ ഇതിന് ഡിവൈഡ് ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ ഗ്രോ ചെയ്യാനുള്ള എബിലിറ്റി ആർക്കില്ല? നമ്മുടെ പെർമനന്റ് ടിഷ്യൂ ഇല്ല. അങ്ങനെയുള്ള ടിഷ്യൂസ് ആണ് നമ്മുടെ പെർമനന്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. ദേ ഹാവ് നോ കപ്പാസിറ്റി ടു ഡിവൈഡ്. ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി ടു ഗ്രോ അതൊന്നും നമ്മുടെ പെർമനന്റ് ടിഷ്യൂസിന് ഇല്ല. ഇനി പെർമനന്റ് ടിഷ്യൂസിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആൻഡ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ എന്ന് വെച്ചാൽ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് ആർ ക്ലാസിഫൈഡ് ഇൻടു പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ. These tissues are made up of only one type of cell. They perform a variety of functions like protection, storage, mechanical support, etc. അത് നമ്മുടെ പാരൻകൈമ ടിഷ്യൂ രണ്ട് ടിഷ്യൂ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ പിന്നെ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിൽ വരുന്ന ടിഷ്യൂസ് ആണ് നമ്മുടെ പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ. ഇതിൽ പാരൻകൈമ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പാരൻകൈമ എന്ന് പറയുമ്പോൾ ദേ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് വിത്ത് തിൻ സെൽ വാൾസ്. ഈ പാരൻകൈമ എന്ന് പറയുമ്പോഴത്തേക്കും തിൻ സെൽ വാൾസ് ഉള്ള സെൽസ് ആണ് നമ്മുടെ പാരൻകൈമ സെൽസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ 3 സെൽ പാരൻകൈമ ആയാലും കോളൻകൈമ ആയാലും സ്ക്ലീറൻകൈമ ആയാലും ഒരേ ടൈപ്പ് സെല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടിഷ്യൂസ് ആണ് പാരൻകൈമ ടിഷ്യൂ, കോളൻകൈമ ടിഷ്യൂ ആൻഡ് സ്ക്ലീറൻകൈമ ടിഷ്യൂ. ഇവരെന്ത് ചെയ്യും? പ്രൊട്ടക്ഷൻ, സ്റ്റോറേജ്, മെക്കാനിക്കൽ സപ്പോർട്ട് അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നതാണ് ഈ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ പാരൻകൈമ എന്ന് പറയുമ്പോൾ ദേ ആർ അൺസ്പെഷ്യലൈസ്ഡ് സെൽസ് വിത്ത് തിൻ സെൽ വാൾസ്. ഇതിന്റെ സെൽ വാൾ എങ്ങനെയായിരിക്കും? കട്ടിയൊന്നുമില്ലാത്ത തിൻ സെൽ വാൾസ് ആയിരിക്കും. ആൻഡ് ദേ ആർ ലിവ് സെൽസ്. ജീവനുള്ള സെൽസുകളാണ് നമ്മുടെ പാരൻകൈമ സെൽസ്.
ദേ ആർ യൂഷ്വലി ലൂസ്ലി പാക്ഡ്. അവരെങ്ങനെയായിരിക്കും? ലൂസ്ലി പാക്ഡ്. അതായത് ഇതിന്റെ ഇടയിൽ എന്ത് കാണും? സ്പേസ് കാണും. അതായത് നമ്മുടെ ഈ പാരൻകൈമ സെൽസിന് സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ലൂസ്ലി ആയിരിക്കും. അതായത് ഇവരിങ്ങനെ അടുക്കി പാക്ക് ചെയ്യാണ്ട് ഇങ്ങനെയായിരിക്കും ലൂസ്ലി പാക്ഡ് ആയിരിക്കും നമ്മുടെ പാരൻകൈമ സെൽസ്. സോ ദാറ്റ് ലാർജ് സ്പേസസ് ബിറ്റ്വീൻ ദ സെൽസ് ആർ ഫോം. അതുകൊണ്ട് തന്നെ നമ്മുടെ സെൽസിന്റെ ഇടയിൽ എന്ത് കാണും? ലാർജ് സ്പേസസ് കാണും. ടിഷ്യൂ പ്രൊവൈഡ്, അത് നമ്മുടെ ഇന്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ സെൽസ് ലൂസ്ലി അറേഞ്ച്ഡ് ആയതുകൊണ്ട് ഇതിന്റെ ഇടയിൽ സ്പേസ് കാണും. ആ സ്പേസിനെ നമ്മൾ ഇന്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയും. ദിസ് ടിഷ്യൂ പ്രൊവൈഡ് സപ്പോർട്ട് ടു പ്ലാന്റ്സ് ആൻഡ് ഓൾസോ സ്റ്റോർസ് ഫുഡ്. ഈ നമ്മുടെ പാരൻകൈമ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂ നമ്മുടെ പ്ലാന്റ്സിന് എന്ത് ചെയ്യും? പ്ലാന്റ്സിന് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. കൂടാതെ അത് ഫുഡ് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. In some situation, it contains chlorophyll and perform photosynthesis, and then it is called a chlorenchyma. ചില സാഹചര്യത്തിൽ നമ്മുടെ പാരൻകൈമ സെൽസിലെ ക്ലോറോഫിലിന്റെ അംശമാണ് ക്ലോറോഫിൽ പിഗ്മെന്റ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മുടെ പാരൻകൈമ സെൽസ് നമ്മൾ ക്ലോറൻകൈമ എന്ന് പറയും. ക്ലോറോഫിൽ കണ്ടെയ്ൻഡ് പാരൻകൈമ സെൽസ് ആണ് നമ്മുടെ ക്ലോറൻകൈമ. ഇൻ സം പാരൻകൈമ സെൽസ് ഇറ്റ് കണ്ടെയ്ൻസ് ക്ലോറോഫിൽ ആൻഡ് പെർഫോം ഫോട്ടോസിന്തസിസ്. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലോറൻകൈമ എന്ന് പറയുന്നത്. ക്ലോറൻകൈമ. In aquatic plants, large air cavities are present in parenchyma to give buoyancy to the plant to help them float. Such a parenchyma type is called aerenchyma. ഇനി ചില അക്വാട്ടിക് പ്ലാന്റ്സ്, അതായത് ജലത്തിൽ വളരുന്ന പ്ലാന്റ്സില് ഇടയിൽ എന്ത് കാണും? ലാർജ് എയർ ക്യാവിറ്റീസ് കാണും. ഈ പാരൻകൈമ സെൽസിൽ എയർ ക്യാവിറ്റീസ് കാണും. അത്തരത്തിലുള്ള സെൽസിൽ എന്തായിരിക്കും? ഈ പ്ലാന്റിന് വെള്ളത്തില് പൊങ്ങിക്കിടക്കാനൊക്കെ ആര് സഹായിക്കും? നമ്മുടെ എയറൻകൈമ സഹായിക്കും. അതായത് പാരൻകൈമയിൽ തന്നെ എയർ ക്യാവിറ്റീസ് ഉള്ള സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എയറൻകൈമ എന്ന് പറയുന്നത്. ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ അത് ക്ലോറൻകൈമയും, എയർ ക്യാവിറ്റി ഉണ്ടെങ്കിൽ അത് എയറൻകൈമയും. ഇനി collenchyma. The flexibility of plant is due to collenchyma. It allows easy bending in various parts of a plant without breaking. It also provides mechanical support to the plant. നമ്മുടെ പ്ലാന്റിന് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കോളൻകൈമയാണ്. അതായത് ബെൻഡിങ്ങിന്, അതായത് ഇത് ബ്രേക്ക് ചെയ്യാണ്ട്, പൊട്ടിപ്പോകാണ്ട്, പ്ലാന്റ് ബ്രേക്ക് ചെയ്യാണ്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ബെൻഡ് ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കെ പ്ലാന്റിനെ സഹായിക്കുന്ന സെൽസ് ആണ് കോളൻകൈമ. കൂടാതെ തന്നെ മെക്കാനിക്കൽ സപ്പോർട്ട് പ്ലാന്റ്സിന് പ്രൊവൈഡ് ചെയ്യും. ഇനിയുള്ളത് സ്ക്ലീറൻകൈമയാണ്. സ്ക്ലീറൻകൈമ ദിസ് ടിഷ്യൂ മേക്സ് ദ പ്ലാന്റ്സ് ഹാർഡ് ആൻഡ് സ്റ്റിഫ്. നമ്മുടെ സ്ക്ലീറൻകൈമ എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാന്റിനെ ഹാർഡും സ്റ്റിഫും ആക്കി മാറ്റുന്ന ഒരു ടിഷ്യൂ ആണ് സ്ക്ലീറൻകൈമ. ഹസ്ക് ഓഫ് കോക്കനട്ട് ഈസ് മെയ്ഡ് ഓഫ് സ്ക്ലീറൻകൈമ സെൽസ്. കോക്കനട്ട് ഹസ്ക് നിർമ്മിച്ചിരിക്കുന്ന സെല്ലാണ് സ്ക്ലീറൻകൈമ സെൽസ്. The cells of the tissues are dead. ഈ ടിഷ്യൂസിലെ സെൽസ് എങ്ങനെയായിരിക്കും? ലിവിങ്. നമ്മൾ നേരത്തെ പാരൻകൈമ പറയുമ്പോൾ നമ്മൾ they are live cells, but സ്ക്ലീറൻകൈമ എങ്ങനെയായിരിക്കും? They are dead. Their walls are thickened due to lignin. ഇവരുടെ നമ്മൾ പറഞ്ഞ നേരത്തെ പ്ലാന്റിന് എന്ത് കൊടുക്കും? സപ്പോർട്ടും സ്ട്രെങ്തും കൊടുക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ വാൾസ് എങ്ങനെയായിരിക്കും? ലിഗ്നിൻ എന്നൊരു സബ്സ്റ്റൻസ് കൊണ്ട് തിക്കൻഡ് ആയിരിക്കും. അതായത് ലിഗ്നിൻ ഡെപ്പോസിഷൻ ഇവരുടെ സെൽ വാളിൽ കാണും. Often these walls are so thick that there is no internal space inside the cell. ഈ സെൽ വാളിൽ ഈ ലിഗ്നിൻ ഡെപ്പോസിഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പാരൻകൈമയെ കണ്ട പോലെ ഇന്റർസെല്ലുലാർ സ്പേസ് ഒന്നും ആർക്ക് കാണൂല, സ്ക്ലീറൻകൈമയെ കാണൂല. ഈ പ്രൊവൈഡ് സ്ട്രെങ്ത് ടു ദി പ്ലാന്റ് പാർട്ട്. ഇതെന്ത് ചെയ്യും? നമ്മുടെ പ്ലാന്റ് പാർട്ടിന് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞത് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. പാരൻകൈമ ലൂസ്ലി പാക്ഡ് ആണ്, ലിവ് സെൽസ് ആണ്. ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ ക്ലോറൻകൈമ, എയർ ക്യാവിറ്റി ഉണ്ടെങ്കിൽ എയറൻകൈമ. കോളൻകൈമ നമ്മൾ പറഞ്ഞ എന്താണ്? ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്ലാന്റ് ഇസ് ഡ്യൂ ടു കോളൻകൈമ. അതായത് ഒരു പ്ലാന്റ് ബ്രേക്ക് ചെയ്യാണ്ട് മൂവ് ചെയ്യാനും ബെൻഡ് ചെയ്യാനും ഫ്ലെക്സിബിൾ ആയിട്ട് മൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന സെല്ലാണ് കോളൻകൈമ. കോളൻകൈമ മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. ഇനിയുള്ളത് സ്ക്ലീറൻകൈമ. സ്ക്ലീറൻകൈമ എന്ന് പറയുമ്പോൾ പ്ലാന്റിനെ ഹാർഡും സ്റ്റിഫും ആക്കുന്ന സെല്ലാണ് സ്ക്ലീറൻകൈമ. ഈ സെൽസ് ഒക്കെ ഡെഡ് ആണ്. പിന്നെ ഇതിന്റെ സെൽ വോളില് ലിഗ്നിൻ ഡെപ്പോസിഷൻ കാണും. അതുകൊണ്ട് തന്നെ ഇന്റർസെല്ലുലാർ സ്പേസ് കാണില്ല. ദേ പ്രൊവൈഡ് സ്ട്രെങ്ത് ടു ദി പ്ലാന്റ് പാർട്ട്. ദേ പ്രൊവൈഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. അപ്പൊ ഇത്രയാണ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ. ഇനി നമുക്കുള്ളത് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം.